ഇന്ന് രാത്രി നമ്മൾ ഈ നൈൽ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ക്രൂസ് കപ്പലിലാണ് പോകുന്നത്. രാത്രിയിലെ ഒരു 2 മണിക്കൂർ ഈജിപ്തിൻ്റെ രാത്രി കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ഡ്രൈവറാണ് മുമ്പിൽ നടക്കുന്നത്. അദ്ദേഹം എല്ലാവരുമായിട്ട് ഭയങ്കര പരിചയമുള്ള ആളാണ്. അദ്ദേഹം എനിക്ക് വഴി കാണിച്ചെന്ന്. അദ്ദേഹം എൻ്റെ കൂടെ വരുന്നില്ല, അദ്ദേഹം പുറത്ത് കാത്തു നിൽക്കും. ഇതിപ്പോൾ നമ്മൾ ഇരിക്കുന്നത് കപ്പലിൻ്റെ ഉൾഭാഗത്താണ്. മ്യൂസിക് എല്ലാം വായിക്കാനായി പലരും റെഡിയായിരിക്കുന്നു. ഇതാണ് കപ്പലിലെ ഭക്ഷണം, ഇന്ന് രാത്രിയിലെ എൻ്റെ ഫുഡ്. ഇവിടെ ചെറിയൊരു പ്രോഗ്രാം നടക്കുന്നു, ഡാൻസും മറ്റതൊക്കെയായി. പല എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം കണ്ടുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ആളുകൾ ഭക്ഷണവും പാനീയങ്ങളും എല്ലാം കുടിച്ച് ഡാൻസെല്ലാം കണ്ടുകൊണ്ട് ഇരിക്കുന്നു. അത് കണ്ടുകൊണ്ടിരിക്കെ ഞാൻ പിന്നീട് ഇറങ്ങിയത് ഈ കപ്പലിൻ്റെ ബാക്കി ഭാഗങ്ങൾ ചിത്രീകരിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. നടന്നൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ ചെറിയൊരു ബാറാണ്. ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് കൊടുത്ത് എന്തും വാങ്ങിച്ച് കഴിക്കാം, അങ്ങനത്തെ ഒരു ബാറ്. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഞാൻ ഇറങ്ങുന്നു, കപ്പലിൻ്റെ ഡെക്കിലേക്ക് ഇറങ്ങുകയാണ്. ഇതൊരു ഓപ്പൺ ഏരിയ ആണ്. കപ്പലിങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇതാണ് ഈജിപ്തിൻ്റെ രാത്രി കാഴ്ച. മനോഹരമായ ലൈറ്റിംഗ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്ന ബിൽഡിങ്ങുകളും മറ്റും. നൈൽ നദിയിലൂടെ ഇങ്ങനെ കപ്പലിങ്ങനെ പോകുന്നു. ആളുകളെല്ലാം പുറത്തിറങ്ങി വന്ന് ഇതെല്ലാം ചിത്രീകരിക്കുന്നുണ്ട്. വേറൊരു കപ്പൽ ഒരു മാരേജ് ഫംഗ്ഷൻ എന്തോ കഴിഞ്ഞ് ഇങ്ങനെ പോവുകയാണെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ യാട്ടും മറ്റും എല്ലാം നമുക്ക് വാടകയ്ക്ക് എടുക്കാം. ബർത്ത്ഡേ ഫംഗ്ഷൻ, മാരേജ് ഫംഗ്ഷൻ ഇങ്ങനെയെല്ലാം നടത്തണമെങ്കിൽ. വേറൊരു ഭാഗത്ത് പലരും ഡാൻസ് എല്ലാം കളിക്കുകയാണ് മറ്റൊരു യാട്ടിൽ. ആഘോഷത്തിൻ്റെ ഒരു നദിയാണ് ശരിക്കും നൈൽ നദി. വളരെ വൃത്തിയോടുകൂടി തന്നെ നദി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കുറേ കപ്പലുകളും മറ്റുമെല്ലാം ഇങ്ങനെ ആഡംബര രീതിയിൽ ഒരുക്കി വെച്ചിരിക്കുന്നു, ലൈറ്റിംഗ് എല്ലാം ചെയ്തുകൊണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഉള്ളിലേക്ക് വരുമ്പോൾ ഇവിടെ പല ഡാൻസും, ചിലർ വന്നവരെല്ലാം അവരെ കൂടി ഡാൻസും കളിക്കുന്നുണ്ട്, പാട്ടെല്ലാം പാടുന്നു. അങ്ങനെ കപ്പലത്തെ യാത്രയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നു. ഞാനും ഷൂട്ടെല്ലാം ചെയ്തുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നിരവധി ആളുകളാണ് ഈ കപ്പലിൻ്റെ ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നത്. അധികം ടൂറിസ്റ്റുകൾ തന്നെ, പല രാജ്യത്തു നിന്നും. നമ്മുടെ ഡ്രൈവർ മുഹമ്മദ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതാ ഇവിടെ നിൽക്കുന്നു. അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് കാറിലേക്ക് പോവുകയാണ്. ഒന്നും കൂടി അവസാനമായി ഞാൻ നൈൽ നദിയിലൂടെ ഒഴുകിപ്പോയ, അല്ലെങ്കിൽ ഞാൻ രാത്രി സഞ്ചരിച്ച ഈ കപ്പലിനോട് യാത്ര പറഞ്ഞ് മുന്നോട്ടേക്ക് യാത്രയാകുകയാണ്. ഇനി നേരെ നമ്മുടെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. വളരെ ലൈറ്റിംഗ് എല്ലാം ചെയ്തുകൊണ്ട് വർണ്ണശബളമായി ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് കാർ പാർക്കിംഗ് ഏരിയ ആണ്. ഇവിടെയാണ് ഇദ്ദേഹം കാറ് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഹോട്ടലിലേക്ക് എത്തി. ഇതാണ് ഹോട്ടലിൻ്റെ ഉൾഭാഗം. അങ്ങനെ നേരെ ഞാൻ എൻ്റെ റൂമിലേക്ക് കയറി.
അങ്ങനെ പിറ്റേ ദിവസത്തെ പ്രഭാതം ഞാൻ ഹോട്ടൽ മുറിയിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് റെസ്റ്റോറൻറ്റ്, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഏരിയ. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റാണ്. റൂമിൻ്റെ താരീഫിൽ അതും ഇൻക്ലൂഡഡ് ആണ്. എങ്കിലും ഇപ്പോഴത്തെ ഒരു ഭാഷയിൽ കോംപ്ലിമെൻ്ററി എന്നാണല്ലോ പറയുക. ഇതെല്ലാമാണ് രാവിലത്തെ ഭക്ഷണം. പല ടൈപ്പ് ബണ്ണും ബ്രെഡും, കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ, എല്ലാ ഹോട്ടലുകളിലുള്ള പോലെ തന്നെയുള്ള കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ്, ഓംലെറ്റ്സ്, അതെല്ലാം ഉണ്ട് ഇവിടെ. എനിക്കിന്ന് ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇന്ന് പോകാനുള്ളത് ഈജിപ്തിൻ്റെ തന്നെ പഴയ ക്യാപിറ്റലായ അലക്സാൻഡ്രിയയിലേക്കാണ്. നമ്മളിപ്പോൾ ഉള്ളത് പുതിയ ക്യാപിറ്റലിലാണ്, കെയറോയിൽ. ഇവിടുന്ന് അലക്സാൻഡ്രിയയിലേക്കാണ് പോകേണ്ടത്. പല ടൈപ്പ് ചീസും ബേക്കൺസും എല്ലാം ഉണ്ട്. ജ്യൂസ്, വെള്ളം, അങ്ങനെ എല്ലാം ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീണ്ടും റൂമിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞ് ഒന്ന് ഫ്രഷപ്പായ ശേഷം ഞാൻ വീണ്ടും താഴേക്ക് ഇറങ്ങി ലോബിയിലേക്ക്. നമ്മുടെ ഡ്രൈവർ പുറത്ത് കാൽത്ത് നിൽപ്പുണ്ട്, മുഹമ്മദ്. ഞാനങ്ങനെ ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതാണ് നമ്മുടെ കാറ്. അങ്ങനെ ഞാൻ ഇന്നത്തെ യാത്രയിലേക്കുള്ള ചുവടുവയ്പ്പ് തുടങ്ങി.